ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ടു. കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ ജിൻസ് എന്നിവരുടെ വീടുകളാണ് കത്തിയത്. വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷ് എന്ന് സംശയം. കഴിഞ്ഞ ദിവസം സന്തോഷ് അന്നക്കുട്ടിയെയും പേരക്കുട്ടിയെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചിരുന്നു. ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, ആൾക്കാർ വീട്ടിലില്ലാതിരുന്നപ്പോഴാണ് ഈ തീ വെച്ചതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പ്രകോപന കാരണമായത്? ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ഈ വീടിന് തീ വെക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ താമസിച്ചിരുന്ന അന്നക്കുട്ടി, കൊച്ചുമകൾ എന്നിവരെ ഈ സന്തോഷ് എന്ന് പറയുന്ന ഈ അന്നക്കുട്ടിയുടെ മരുമകൻ തീ കൊളുത്തി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അന്നക്കുട്ടി അത്യാഹിത വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 2 വയസ്സുകാരിക്കും സാരമായ പൊള്ളലേറ്റിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്ന്, അതായത് ഈ പ്രതിയെ ഇതുവരെ ഇടുക്കി പോലീസ് പിടികൂടിയിട്ടില്ല. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്ന് വീണ്ടും ഈ വീട് കത്തിച്ച് കളയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കത്തിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ പ്രതിയായിട്ടുള്ള സന്തോഷിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പോലീസും സംശയിക്കുന്നത്. എന്തായാലും ഈ അന്നക്കുട്ടിയുടെ മകനായിട്ടുള്ള ലിൻസിന്റെ വീടിനും തീ വെച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രകോപനം ഇത് സംബന്ധിച്ച് ഈ പ്രതി നടത്തിയിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് ശേഷമുള്ള ഈ പോലീസിന്റെ നടപടി, അതായത് ഈ പ്രതിയെ പിടികൂടാത്തതും വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നുള്ളത് വേണം പറയാൻ. എന്തായാലും ഈ നാട്ടുകാർക്കും വലിയ പ്രതിഷേധം. കാരണം പോലീസ് ഈ പ്രതിയെ പിടികൂടാത്തത് കൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത്. പുലർച്ചെ അയൽവാസിയായിട്ടുള്ള, അതായത് കത്തി നശിച്ച വീടിനടുത്തുള്ള ജ്യോതിഷ് എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വീട് രണ്ടും കത്തുന്നത് കണ്ടത്. വീടിനകത്തുള്ള അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള എല്ലാ രേഖകളും പൂർണ്ണമായും നശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ലിൻസിന്റെ വീട് ഭാഗികമായിട്ടാണ് കത്തി നശിച്ചിരിക്കുന്നത്. ഒരു വീട് വാടക വീടും ഒരെണ്ണം ലിൻസിന്റെ സ്വന്തം വീടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രതികളെ, ഈ കത്തിച്ചത് ആരാണെന്നുള്ള പ്രതികൾ ആരാണെന്നുള്ള കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന്റെ പ്രതിയായിട്ടുള്ള സന്തോഷിനെയാണ് സംശയിക്കുന്നത്. ശരി, ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രാഹുൽ വിജയനാണ്.